നളിനാക്ഷന്റെ വിശേഷങ്ങളിലെ ഡയലോഗാണ് ഈ പറയാൻ പറഞ്ഞത്. നളിനാക്ഷന്റെ വിശേഷങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാദേശിക പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു നാടകമാണ്. നമ്മുടെ തൊട്ട് നിങ്ങളുടെ അടുത്ത സ്ഥലത്തിന് ഒച്ചിറയിലാണ്. ഒച്ചിറ സരികയുടെ നാടകമായിരുന്നു. ഫ്രാൻസിസ് സി മാവേലിക്കര എന്ന് പറയുന്ന എൻ്റെ കാണപ്പെട്ട ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആ നാടകം. രാജീവൻ മമ്മള്ളി എന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സംവിധായകൻ തന്ന ഊർജ്ജമാണ് ആ നാടകത്തിൽ. സുബൈർ ഖാൻ സരികയാണ് എന്നെ ചേർത്ത് നിർത്തിയത്. ആ ഡയലോഗ് പറയുന്നതിന് മുമ്പ് അതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതിയ ചിലർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും ഒന്ന് പറയാണ്. 101 വയസ്സുള്ള നളിനാക്ഷൻ കട്ടിലെ ബെഡിൽ കിടന്ന് മൂത്രമൊഴിക്കും. മകൻ വന്ന് പറയും, ഇത്രയും വരെയുള്ള ബെഡെ കിടന്നതിന് അച്ഛൻ മൂത്രമൊഴിച്ചെന്ന് ചോദിക്കും. പുള്ളി പറയും, ഇല്ല ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് പറയും. ബെഡ്ഷീറ്റില്ല എന്ന് ചുറ്റി അദ്ദേഹത്തിന് മുഖത്ത് ഇങ്ങനെ ചമർത്തുമ്പോൾ പുള്ളിയുടെ രണ്ടാമത്തെ മകനെ ഭർത്താവ് എന്ന് ചോദിക്കും, അച്ഛനെ കൊല്ലാൻ ഒരുങ്ങാണെന്ന് ചോദിക്കുക. അച്ഛനെ കൊല്ലാൻ ഒരുങ്ങിയതാണോ എന്നുള്ള ചോദ്യം ഈ പുള്ളിക്ക് ഒരു പ്രയാസമായിട്ട് മകൻ അച്ഛനോട് അച്ഛൻ എന്നോട് ക്ഷമിക്കണേന്ന് പറയുമ്പോൾ അച്ഛൻ തിരിച്ചു പറയുന്നതാണ് ഡയലോഗ്. ഈ ഡയലോഗ് മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരുടെ കാൽക്കലേക്ക് ഇത് വെക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എടുത്തത് നോക്കുക. ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വെറും 10 രൂപയ്ക്ക് 150 കിലോമീറ്റർ വരെ യാത്ര. സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ. അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. ആരവില്ല 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. പിച്ചാത്തിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോ തേയ്മാനം വരത്തില്ലേ? 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ. പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കുകയല്ലടാ. ഒരു ഘട്ടം കഴിച്ച ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടിയാനെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീതാണോ തന്നെ കടിച്ചു ചാകാനേ? നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവന്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനെന്ന് പറ. തമ്പുരാ മേലോട്ടൊന്ന് വിളിക്കണ്ടേ? മക്കളെ, അച്ഛന് അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നുണ്ടാകട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടുചെന്നങ്ങ് ആക്ക് മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടിൽ കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും ഒപ്പേക്ക് ഞടക്കിയ മണ്ണല്ലേ, ഇങ്ങനെ പെട്ടെന്നുള്ള ഉറങ്ങിയ മണ്ണല്ലേ നീ? അതെ, അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ. എന്തിനാ? അത്രേ ഉള്ളൂ. സന്തോഷം.